ലെപ്പേർഡ് ഹണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ആ മരത്തിൽ ലെപ്പേർഡ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ ഈ മൺസൂണിൽ കാടും വൈൽഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇപ്പോൾ ഉള്ളത് ബന്ദിപ്പൂരാണ്. ഇവിടെ ഞങ്ങളൊരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ 2 സഫാരി ഒക്കെ ചെയ്യാനാണ് പ്ലാൻ. കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ടഡീസിന്റെ അലാം കോൾ കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കഫറ്റേരിയന്റെ അടുത്ത് നിന്ന് ഇൻട്രോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. ഒട്ടും എക്സ്പെക്ട് ഇല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഒരു കൂട്ടം സ്പോട്ടഡീസ് ആ മരത്തിലേക്ക് നോക്കി അലാം കോൾ ചെയ്യുന്നുണ്ട്. ലങ്കോയുടെ അലാം കോളും കേൾക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഗാർഡ് കന്നഡയിൽ എന്തോ പറയുന്നുണ്ട്. ലെപ്പേർഡ് ഹണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ആ മരത്തിൽ ലെപ്പേർഡ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ആ മരത്തിൽ നോക്കി. നിറയെ ഇലകളായതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഞാൻ ചുറ്റും നോക്കുമ്പോൾ അവിടെ എല്ലാവരും തന്നെ മരത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്യാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു. ഈ ഒരു മൊമെന്റ് ശരിക്കും ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. നമ്മുടെ ഈ സ്റ്റേ ലെപ്പേർഡ് ടെറിട്ടറി ആണെന്ന് എനിക്ക് അറിയായിരുന്നു. ഇവിടെ മീശക്കാരി എന്ന് പറഞ്ഞിട്ടൊരു ഫീമെയിൽ ലെപ്പേർഡ് ഉണ്ട്. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. കുറെ നേരം നോക്കി കിട്ടാണ്ടായപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഹിതന്റെ അടുത്ത് പോയി ചോദിച്ചു, എനിക്കിതൊരു ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, ലെപ്പേർഡ് എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് രോഹിതേട്ടൻ പറയുന്നത് ലെപ്പേർഡ് അവിടെ ഹണ്ട് ചെയ്ത് ആ കില്ലും എടുത്ത് ആ ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് പോയെന്ന്. എനിക്ക് കാണാൻ പറ്റില്ലെന്ന് ഓർത്ത് ചെറിയൊരു വിഷമമൊക്കെ തോന്നി. അപ്പം അവരാരും കണ്ടിട്ടില്ല. അവിടെ ഉള്ളൊരു ഗാർഡ് മാത്രമേ കണ്ടുള്ളൂ. ആ മരത്തിൽ നിന്ന് ചാടി അവിടെ ഉള്ളൊരു പുള്ളിമാനം പിടിച്ച് ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് പോയെന്ന് ആ ഗാർഡാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത്. അവിടെ പുള്ളിമാനും ലങ്കൂറും ഒക്കെ ഇപ്പോഴും അലാം കോൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ അവര് ഇപ്പോഴും ഇങ്ങനെ അലാം കോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം സ്മെല്ല് കാരണമാണ് അവരിങ്ങനെ അലാം കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങാനും അവിടെ മരത്തിലുണ്ടോന്ന് അറിയാനായിട്ട് അവിടെ ഉള്ളൊരു ഗാർഡ് പോയി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നോക്കി വന്നിട്ട് അവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് പറഞ്ഞത് ഈ വന്നത് മീശക്കാരി ആയിരുന്നില്ല, മീശക്കാരി ഇപ്പം കപ്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, വന്നത് നല്ല വലിപ്പമുള്ളൊരു മെയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഈ സ്റ്റേനെയും ഈ ഒരു മൊമെന്റിനെ ഒന്നും കൂടി സ്പെഷ്യലാക്കാണ്. നമുക്ക് ലെപ്പേർഡിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ ഈ സ്റ്റേ ശരിക്കും ഇപ്പോൾ ഉള്ളത് 2 ലെപ്പേർഡിന്റെ ടെറിട്ടറിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ആ 2 ലെപ്പേർഡിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കപ്സ് വേറെയും. അവിടെ നിന്ന് അലാം കോൾ കിട്ടും. ഞങ്ങൾ പോയി നോക്കിയപ്പോഴേക്കും ഓൾറെഡി ഉണ്ടായിരുന്ന ഗാർഡ് പറഞ്ഞു കില്ല് നടന്നു, ലെപ്പേർഡ് അതിനെടുത്തിട്ട് പോയിന്ന്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും കുറേ നേരത്തേക്ക് ലങ്കൂറും മാനും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അലാം കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ ഒരു ഈവനിങ് സഫാരിക്ക് പോവാണ്. ഞങ്ങളിവിടെ ജീപ്പ് സഫാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റേയിൽ തന്നെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ഈ സ്റ്റേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സഫാരി കഴിഞ്ഞ് വന്നിട്ട് പറയാം. അങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഈ ഒരു വാട്ടർ ബോഡിൻ്റെ അടുത്തേക്കായിരുന്നു. ഇവിടെ പ്രെഡേറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ കാര്യമായിട്ട് അങ്ങനെ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു. പെട്ടെന്നായിരുന്നു ഞങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ആനയെ കാണുന്നത്. ഈ ഒരു ആന ശരിക്കും നമ്മുടെ സഫാരി റോഡിൻ്റെ അടുത്തായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സഫാരി വണ്ടീൻ്റെ ശബ്ദം കേട്ടതും അത് പെട്ടെന്ന് തന്നെ കുറച്ച് ഉള്ളിലേക്ക് കയറി നിന്നു. ഉള്ളിലേക്ക് കയറി നിൽക്കാൻ കാരണം ആളുടെ ഒപ്പം ഒരു ചെറിയ കുട്ടിക്കൊമ്പനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം മറ്റൊരു സഫാരി ജീപ്പും കൂടി വന്നു. ആ ജീപ്പ് വന്നതും നമ്മുടെ കുട്ടിക്കൊമ്പൻ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ അവനങ്ങനെ കാണാണ്ടായിരുന്നില്ല. ഈ ഒരു ആന മാത്രം അവിടെയുള്ള മുളയൊക്കെ പൊട്ടിച്ച് കഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദേ വീണ്ടും ഒരു ആന. ഇപ്പം മൺസൂണൊക്കെ ആയല്ലോ. ഈ വർഷക്കാലത്ത് ബന്ദിപ്പൂര് വന്ന ഇഷ്ടംപോലെ ആനകളെ കാണാം. വേനലിൽ ഇവിടെ മഴയൊക്കെ കുറയുമ്പം ആനകൾ ഇവിടെ നിന്ന് വയനാട് ഭാഗത്തേക്കൊക്കെ പോകും. പിന്നീട് മഴയൊക്കെ വന്ന് ഇവിടെ അത്യാവശ്യം വെള്ളമായി കഴിയുമ്പോൾ
അവർ തിരിച്ചിങ്ങോട്ട് ബന്ദിപ്പൂരിലേക്ക് തന്നെ വരും. എനിക്ക് ഈ ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആനയും മാനും കടുവയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നടുക്കൊക്കെ നിന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഒരു നോട്ടം നോക്കും. ഞാനതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുള്ള പല ആൾക്കാരിലും ഞാനത് കണ്ടിട്ടുണ്ട്. അനിമൽസ് ക്രോസ് ചെയ്യുന്നത് കാണാൻ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ആനയുടെ വരവ് കണ്ടിട്ട് അത്ര സുഖമില്ല. ആന മിക്കവാറും നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വരും. ഞങ്ങളുടെ ഡ്രൈവറാണെങ്കിൽ നല്ല വണ്ടി റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തതും ആന ഞങ്ങളുടെ നേരെ ചാർജ് ചെയ്തു വന്നു. ആന ഞങ്ങളുടെ സഫാരി ജീപ്പിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഞങ്ങളുടെ മണമൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആന ഇപ്പം അത്യാവശ്യം കാമായിട്ടുണ്ട്. എന്നാലും സ്പീഡിലല്ലെങ്കിലും മെല്ലെ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് ഈ നടന്നു വരുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇനി അധികം നേരം നിൽക്കാനുള്ള പ്ലാനൊന്നുമില്ല. ഞങ്ങളിനി കടുവയും തേടി മുന്നോട്ട് പോവാണ്. ഞങ്ങളൊരു വാട്ടർഫോളിൻ്റെ അടുത്തെത്തിയപ്പോൾ കണ്ടൊരു ബേർഡാണിത്. ഇത് വളരെ കോമൺ ആയിട്ട് തന്നെ കാണപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ പേര് വരുന്നത് പെയിൻറ്റഡ് സ്റ്റോക്ക് എന്നാണ്. നമ്മൾ വർണ്ണക്കൊക്കെന്ന് വിളിക്കുന്ന കൊക്ക്. ആ സ്റ്റോക്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവിടെ ഒരു കൂട്ടം മ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സൗണ്ടും നമ്മുടെ വണ്ടീൻ്റെ സൗണ്ടും ഒക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ഭാഗത്തേക്ക് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ വാട്ടർഹോളിൻ്റെ അടുത്ത് നിന്ന് അടുത്ത വാട്ടർഹോളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രെഡേറ്റേഴ്സിനെ നോക്കിയാണ് ഈ പോകുന്നത്. മെയിനായിട്ടും ടൈഗറിനെയാണ് ഇങ്ങനെ വാട്ടർഹോൾസിൻ്റെ അടുത്തൊക്കെ കാണാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ ഈ ഒരു വാട്ടർഹോളിൻ്റെ അടുത്തെത്തിയപ്പം ഇവിടെ ഇഷ്ടംപോലെ സാമ്പാഡിയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ വളരെ കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ ഇവിടെ പ്രെഡേറ്റേഴ്സിന്റെ പ്രസൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. ഞങ്ങളിങ്ങനെ ഇവിടെയുള്ള എല്ലാ വെള്ളക്കെട്ടിന്റെ അടുത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സഫാരിയിൽ ഇതുവരെ ഞങ്ങൾക്ക് കടുവയുടെ പ്രസൻസ് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് കാട്ടുപോത്തുകളെ കണ്ടത്. അവരാണെങ്കിൽ ആ ചെടികൾക്കിടയിൽ നിൽക്കുകയാണ്. ഞങ്ങളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും അവരങ്ങനെ പുറത്തേക്കൊന്നും വന്നില്ല. ഞങ്ങളതുകൊണ്ട് മെല്ലെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ പെട്ടെന്ന് ഫ്രണ്ടിലെ സഫാരി ജീപ്പിന്റെ മുന്നിലായിട്ടൊരു ആന നിൽക്കുന്നുണ്ട്, മിക്കവാറും അതിപ്പോൾ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ആ ഒരു ജീപ്പിലേക്കായിരുന്നു. ആ ജീപ്പ് മെല്ലെ മുന്നോട്ടെടുത്തതും ആന റോഡിന്റെ സൈഡിൽ നിന്ന് മാറി കുറച്ച് ഉള്ളിലേക്ക് കയറി നിന്നു. അവിടെ ചെന്ന് നിന്ന് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി അതിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ആനയ്ക്ക് മുന്നിലാ പോയ ജീപ്പിനോട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നവിടെ നിന്ന് കറങ്ങി വീണ്ടും അത് ആ ജീപ്പിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. ഞങ്ങളും മെല്ലെ ആ ആനയെ ഫോളോ ചെയ്ത് പോവാണ്. നമ്മൾ നേരത്തെ കണ്ട ആനയെ പോലെ തന്നെ ഈ ഒരു പിടിയാന ഇവിടെ തനിച്ചാണ്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ വേറെ ആനകളൊന്നും ഇവിടെ കണ്ടില്ല. ഇന്ന് നമ്മൾ അങ്ങനെ ഇവിടെ കൊമ്പന്മാരെയൊന്നും കണ്ടിട്ടില്ല. കണ്ട ആനകളൊക്കെ പിടിയാനകളാണ്. പിന്നെ കണ്ടത് ആ ചെറിയ കുട്ടിക്കൊമ്പനെയായിരുന്നു. ആ ആന ഇപ്പോഴും മുന്നിലുള്ള ജീപ്പിനെ ഫോളോ ചെയ്താണ് പോകുന്നത്. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ റോഡിന്റെ അടുത്തേക്കൊക്കെ ഒന്ന് വരാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഈ സഫാരിയിൽ നിതിനും ഉണ്ട്. നിതിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഞങ്ങളുടെ മിക്ക യാത്രകളിലും നിതിൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് നിതിൻ്റെ കസിൻ സജിത്തും പിന്നെ ഞങ്ങളുടെ ഒപ്പം ഒരു കുട്ടി വീഡിയോഗ്രാഫറും കൂടി വന്നിട്ടുണ്ട്, ബദ്രിനാഥ്. അനിമൽസിനെ സ്പോട്ട് ചെയ്യാനും അതിനെ ക്യാപ്ചർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ബദ്രിനാഥ്.
ഞങ്ങൾ ആ ആന കയറിപ്പോയ സ്ഥലത്തെത്തിയതും ആ കാടിൻ്റെ ഉള്ളിലായിട്ട് വേറെയും കുറേ ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ കുറേ ചെടികളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആന അങ്ങനെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കാണാം. പക്ഷെ നമുക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരത്തെ ഞങ്ങൾ ആ കണ്ട കാട്ടുപോത്തിന്റെ കൂട്ടം ആ ചെടികൾക്കിടയിൽ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. ഇപ്പൊ നമുക്ക് എന്തായാലും കാട്ടുപോത്തിന്റെ നല്ലൊരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവരെ നമുക്ക് നല്ല രീതിക്ക് കാണാനും കുഴപ്പമില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ട്. ഈ ഒരു കാട്ടുപോത്തും കുട്ടിയും മാത്രമല്ല കേട്ടോ, ഇവരുടെ ബാക്കിലായിട്ട് വേറെയും കാട്ടുപോത്തുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും കാട്ടിനുള്ളിൽ നിന്ന് മെല്ലെയാണ് ഈ ഇറങ്ങി വരുന്നത്. ഞങ്ങൾ ഈ കാട്ടുപോത്തിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ക്യാമറ ഒക്കെ ഇപ്പോൾ കവർ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നാലും കാര്യമായിട്ടൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഈ സഫാരിയിൽ നമുക്ക് കാട്ടുപോത്തും ആനയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു വന്ന സൈറ്റിംഗ് ഇതുവരെ കിട്ടിയില്ലെന്ന് മാത്രം. നമ്മൾ ഈ ട്രക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയധികം സൈറ്റിങ്സ് കിട്ടുന്ന നിർബന്ധമില്ല. ഈ ഇരിക്കുന്നത് ഒരു സെർപ്പൻറ്റീഗിളാണ്, നമ്മുടെ ചുട്ടിപ്പരുന്ത്. ഇത് വലിയൊരു ബേർഡാണെങ്കിലും ഇവരിങ്ങനെ മരത്തിന്റെ ചില്ലയുടെ അടുത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കിവനെ ദൂരെ നിന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്ന കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് കുറച്ചു നേരം നിന്ന് നോക്കിപ്പോവും. ഇപ്പൊ ഈ മയിലുകളുടെ സൈറ്റിംഗ് കാടുകളിൽ മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. വീണ്ടും ഞങ്ങളൊരു സർപ്പൻറ്റീഗിളിനെ കണ്ടു. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതും അത് പെട്ടെന്ന് താഴേക്ക് ഡൈവ് ചെയ്തു. താഴെ ചെന്നിരുന്ന് അവിടെ നിന്ന് എന്തിനോ പിടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. എന്താന്ന് ഞങ്ങൾ ശരിക്കും കണ്ടില്ല, എന്തോ ചെറിയൊരു ജീവിനെ പിടിച്ച് തിന്നതാണ്. ഈ സർപ്പൻറ്റീഗിളിനെ നമ്മൾ അങ്ങനെ നിലത്ത് കാണാറില്ല. ഇവരെ അധികവും മരത്തിലിരിക്കുന്നതോ അല്ലെങ്കിൽ പറക്കുന്നതൊക്കെയാണ് കാണാറ്. വലിയൊരു സ്പോട്ടഡ് ഡിയറിന്റെ ഹേർഡിനെ കണ്ട് നിർത്തിയതാണ്. നമുക്ക് ഈ സഫാരിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പോട്ടഡ് ഡിയേഴ്സിന്റെ സൈറ്റിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എവിടെ നിർത്തിയില്ല. ഈ കാണുന്നത് ഒരു അഡൽട്ട് മെയിലാണ്. ഇവർക്ക് എപ്പോഴും ഒരു ഡാർക്കർ ഷെയ്ഡ് ആയിരിക്കും. അവിടെ ആ മാൻകുട്ടി അമ്മയെ പിടിച്ചു നിർത്തി പാലൊടിക്കുന്നുണ്ട്. ബാക്കിലായിട്ട് 2 മെയിൽസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാനുകളുടെ റെട്ടിംഗ് സീസണാണ്. ഈ ഒരു സമയത്ത് അവർ മേറ്റിങ്ങിന് വേണ്ടി അവരുടെ ഡോമിനൻസ് തെളിയിക്കാനായിട്ട് മെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിൽ ജയിക്കുന്നവർക്കായിരിക്കും ഈ ഹേർഡിലെ മേറ്റിംഗ് റൈറ്റ്സ് കിട്ടുന്നത്. ഞങ്ങളിത് ഈ പപ്പിഹ എന്ന് പറഞ്ഞ കോട്ടേജാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തായാലും നല്ല ക്ലൈമറ്റാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ 3 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ലിവിങ് സ്പേസ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഒരു റൂം. പിന്നെ ഇത് 2ാമത്തെ റൂം. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഫാൻ ഉണ്ട് അവിടെ. പിന്നെ വാഷ്റൂമും ഉണ്ട് അവിടെ. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഫാമിലിയൊക്കെ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. പിന്നെ എക്സ്ട്രാ ബെഡൊക്കെ തരും. ഇതാണ് വാഷ്റൂം. വാഷ്റൂമും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റാണ്.
പിന്നെ ചൂടുവെള്ളത്തിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നമുക്ക് നന്നായി കാണാം. അനിമൽസ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഫുള്ള് ഗ്രില്ലിട്ട് ഇവിടെ അടച്ചേക്കുക. എന്നാലും അനിമൽസിനൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇതൊരു കോമൺ ഏരിയ ആണ്. ഇവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പോൾ നല്ല കാറ്റും ചെറിയ രീതിക്ക് മഴ ചാറുണ്ട്. അവിടെ കണ്ടോ ഇഷ്ടംപോലെ മാനുകൾ നിൽക്കുന്നുണ്ട്. അവിടുത്തെ കഫറ്റീരിയൻ്റെ അടുത്തായിട്ട് മാനുകളൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ഈ സ്റ്റേ വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള മാങ്കൂട്ടങ്ങളുടെ പ്രസൻസ് ആണ് ഇങ്ങോട്ട് പ്രെഡേറ്റേഴ്സിനെ എത്തിക്കുന്നത്. ഇതിപ്പം 2 ലെപ്പേർഡിൻ്റെ ടെറിട്ടറിയാണ്. മീശക്കാരി എന്നൊരു ഫീമെയിലിൻ്റെയും പിന്നെ ഇവിടെ ഒരു മെയിൽ ലെപ്പേർഡിനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഗാർഡ് പറഞ്ഞത്. മീശക്കാരിൻ്റെ കപ്സ് ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അധികം കാണാത്തത്. കപ്സ് വളർന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് അധികം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ഗാർഡുമാരൊക്കെ പറഞ്ഞത്. വൈകുന്നേരമൊക്കെ ഒരു അടിപൊളി ആംബിയൻസ് ഇവിടെ. വെറുതെ നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ തന്നെ ഭയങ്കര രസമാണ്. അധികം നേരം ഒന്നും നടക്കാൻ പറ്റില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. കുറേ മാനുകളും പിന്നെ ലങ്കൂറും ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ സാധാ കുരങ്ങും ഉണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് രാത്രിക്കത്തെ ഫുഡ് ഇവിടെ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രാത്രി പുറത്തേക്ക് പോയ സമയത്ത് നമുക്ക് അവിടെ ആനിമൽ പ്രസൻസ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ആനിമൽസ് അങ്ങനെ റോഡ് സൈഡിലൊന്നും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആനകളുടെ സൗണ്ടൊക്കെ നമുക്ക് നല്ല പോലെ കേൾക്കായിരുന്നു. രാവിലെ ഇപ്പം സഫാരിക്ക് വന്ന് തുടങ്ങുക. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് പിക്ക് ചെയ്യും. സമയം 6 മണി കഴിഞ്ഞു. തന്നെ വരും വണ്ടി. ഇപ്പം സമയം 6 മണി കഴിഞ്ഞു. ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആയി വണ്ടികളൊക്കെ പോയി തുടങ്ങി. നമ്മളിവിടെ റിസപ്ഷന് മുമ്പിൽ വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ സഫാരി ജീപ്പ് വന്ന് ഞങ്ങളെല്ലാവരും കയറി. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സഫാരി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നെന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. കയറി ഉടനെ തന്നെ നമുക്ക് കിട്ടിയ സൈറ്റിംഗ് ഈ ഒരു കൂട്ടം സ്പോട്ടഡ് ഡിയേഴ്സിനായിരുന്നു. നല്ല ക്ലിയർ ബ്ലൂ സ്കൈ. ഇന്നെന്തായാലും മഴ പെയ്യാനുള്ള ചാൻസ് രാവിലെ കുറവാണ്. ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയതും നമ്മുടെ ഡ്രൈവർ നമ്മുടെ സഫാരി റോഡിൻ്റെ സൈഡിലായിട്ട് നല്ല ഫ്രഷ് പക്ക് മാർക്സ് കാണിച്ചു തന്നു. പക്ക് മാർക്സ് കണ്ടതും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കൂടി. നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ടൈഗർ ഉണ്ടാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെയൊക്കെ നോക്കി. പക്ഷെ അവിടെയൊന്നും ടൈഗറിൻ്റെ മൂമെൻറ്റ്സ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളതുകൊണ്ട് മെല്ലെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയതും ഒരു മരത്തിൻ്റെ ടോപ്പിലായിട്ട് ഒരു സർപ്പൻ്റ് ഈഗിൾ ഇരിക്കുന്നത് കണ്ടു. നമ്മൾ ഈ സഫാരിയിലൊക്കെ പോകുമ്പം നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചു നോക്കുന്നു അത്രത്തോളം നമുക്ക് സൈറ്റിങ്സ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഒരു ആനയെ കാണുന്നത്. ഒരാന മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഒരു കുട്ടിയാനയും കൂടി ഉണ്ട്. ഇവർ ഈ ചെടീൻ്റെ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. രാവിലെ ഇപ്പം കാട് നല്ല ആക്റ്റീവാണ്. ചെറിയൊരു വെയിലൊക്കെ വന്നപ്പം ആനിമൽസ് മെല്ലെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സൈറ്റിങ് എന്തായിരിക്കും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ 2 മംഗൂസിനെ കാണുന്നത്. നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടതും ഒരാൾ പെട്ടെന്ന് തന്നെ ഓടി കാടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സാധാ മംഗൂസ് അല്ല, ഇത് സ്ട്രൈപ്പ് നെക്ക് മംഗൂസാണ്. ഇവരുടെ കഴുത്തിൻ്റെ സൈഡിൽ നിന്ന് ഷോൾഡർ വരെ പോകുന്ന ആ ഒരു ഡാർക്ക് സ്ട്രൈപ്പ് കണ്ടോ? ആ ഒരു സ്ട്രൈപ്പ് കാരണമാണ് ഇവർക്ക് ഈ ഒരു പേര് വന്നത്.
ഈ ഒരു സ്ട്രൈപ്പ് കാരണം നമുക്ക് ഇവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇവരെ നമുക്ക് അധികവും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പെയറായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുക. ഇവര് പകൽ സമയത്തായിരിക്കും അധികവും ആക്റ്റീവായിരിക്കുന്നത്. ഇവര് പാമ്പുകൾ മാത്രമല്ല കേട്ടോ, ഇവര് ശരിക്കും ഓപ്പർച്യൂണിസ്റ്റ് കാർണിവോറാണ്. ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ചെറിയ ജീവികളെ ഇവർ കഴിക്കും. ചിലപ്പോഴൊക്കെ ഇവർ ഫ്രൂട്ട്സും കഴിക്കാറുണ്ട്. ഈ സ്ട്രൈപ്പ് നെക്ക് മംഗൂസിനെ മലയാളത്തിൽ ചെങ്കീരി എന്നാണ് പറയുന്നത്. ഇവരെ പ്രധാനമായും ഇന്ത്യയിലെ വെസ്റ്റേൺ ഘട്ട്സിലും ശ്രീലങ്കയിലുമാണ് കാണപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ കുറച്ചു നേരമൊക്കെ നിന്ന് പോസ് ചെയ്ത് അത് മെല്ലെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. സഫാരിന്റെ ഇടയിൽ നമ്മുടെ മുന്നിൽ റോഡിന്റെ നടുവിലായിട്ടൊരു മയില് തന്റെ മനോഹരമായ പീലിയൊക്കെ മുഴുവനും വിരിച്ചിങ്ങനെ നിന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും എല്ലാരും തന്നെ ഒന്ന് സൈലന്റ് ആയി. ഈ പീകോക്കിന്റെ അടുത്ത് തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു പീഹന്നും ഉണ്ടാവണം. അതിനെ അട്രാക്ട് ചെയ്യാനുള്ള ഡിസ്പ്ലേ ആണിത്. തന്റെ ഫെദേഴ്സിന്റെ വലിപ്പവും ആ കളറും ഇതിന്റെ ഭംഗിയൊക്കെ കാണിച്ച് അത് ശരിക്കും പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പീകോക്ക് കാര്യം നമ്മുടെ നാഷണൽ ബേർഡ് ഒക്കെ ആണെങ്കിലും നമുക്കും കാടിനും ഇത് വലിയൊരു ത്രെറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പോപ്പുലേഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾ ബന്ദിപ്പൂരിലേക്ക് സഫാരിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ജീപ്പ് സഫാരിക്കൊക്കെയാണ് വരാൻ നോക്കുന്നതെങ്കിൽ. ഇപ്പം ഈ മൺസൂൺ ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ മിക്ക ടൈഗർ റിസർവും ക്ലോസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ മാത്രമല്ല, കബനിയിലും നാഗർഹോളയിലും ഒക്കെ നല്ല തിരക്കാണ്. കുളത്തിന്റെ അടുത്തെത്തിയപ്പം ഇവിടെ ഇഷ്ടംപോലെ കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയതും ഒരു അഡൽട്ട് മെയിൽ ഗോർ കുറച്ചുള്ളിലേക്ക് കയറി നിന്നു. പിന്നെ കരയുടെ അടുത്തായിട്ട് 2 കാട്ടുപോത്തുകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ബിഹേവിയർ നമുക്ക് കാട്ടുപോത്തുകളിൽ മാത്രമല്ല ആനകളിലും മാനുകളിലും ഒക്കെ കാണാൻ സാധിക്കും. ഹേർഡിലെ യങ് അഡൽട്ട് മെയിൽസ് അവരുടെ അഡൽട്ട്ഹുഡ് എത്തുന്ന സമയമാകുമ്പോഴാണ് ഇങ്ങനത്തെ ബിഹേവിയർ കാണിച്ചു വരുന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ മെയിൽസിനെ അവർ ഹേർഡിൽ നിന്ന് പുറത്താക്കും. പിന്നീട് അവർക്ക് അവരുടെ മേറ്റിംഗ് നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ഹേർഡിൽ കയറി പറ്റണം. അങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ ആ ഹേർഡിലെ ഡോമിനൻ്റായ മെയിലിനെ അവർക്ക് തോൽപ്പിക്കണം. അതുകൊണ്ട് ഇവർ വളരെ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് തുടങ്ങും. ഇതിപ്പോൾ പക്ഷെ അങ്ങനെ കാര്യമായിട്ടുള്ള ഫൈറ്റ് ഒന്നും അല്ല കേട്ടോ. ബാക്കിയുള്ള ഗോറൊക്കെ ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഇപ്പം നല്ല രീതിക്ക് കൊമ്പ് കോർത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഫീമെയിലാന്നേ തോന്നുള്ളൂ. അതിവര് എങ്ങായതുകൊണ്ടാ. കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളർ വരും. പിന്നെ ഇവരുടെ ശരീരത്തിനും നല്ല വലിപ്പമായിരിക്കും. അവിടെ അങ്ങനെ ഫൈറ്റൊക്കെ നടക്കുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ ഈ വെള്ളത്തിൽ കുറച്ച് മ്ലാവുകൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാട്ടുപോത്തുകളെയും അവിടെ ഉണ്ടായിരുന്ന മ്ലാവുകളെയൊക്കെ വിട്ട് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോവാണ്. ഇപ്പം ഉണ്ടായ ഒരു സൗണ്ട് കേട്ടോ, അതിപ്പം ഒന്നും കൂടി ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ.
മീറ്റിംഗ് കോൾ. ഇത് കാട്ടുപോത്തിന്റെ മേറ്റിംഗ് കോളാണ്. മെയിൽ ഗോർ ഫീമെയിലിനെ മേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന കോളാണിത്. ഈ ഒരു കോള് ഫീമെയിൽ ഗോറിനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ളതല്ല, മറ്റ് മെയിൽസിനെ തൻ്റെ പ്രസൻസ് അറിയിക്കാനും കൂടി ഉള്ളതാണ്. ബ്രീഡിംഗ് സീസണിൽ മെയിൽസ് തമ്മിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. സൗണ്ട് ഉണ്ടാക്കി തൻ്റെ ഡോമിനൻസ് കാണിക്കാനും ചില സമയങ്ങളിൽ ഫിസിക്കൽ ഫൈറ്റ് ഒഴിവാക്കാനും ഈ കോള് സഹായിക്കും. ഇന്ന് ശരിക്കും നമുക്ക് മെയിനായിട്ട് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന സൈറ്റിംഗ് കാട്ടുപോത്തുകളുടെയാണ്. നമുക്ക് അത്ര അധികം കാട്ടുപോത്തുകളെ ഇന്ന് നമുക്ക് ഈ സഫാരിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും സഫാരിയിലൊന്നും ഇത്രത്തോളം കാട്ടുപോത്തുകളുടെ സൈറ്റിംഗ് കിട്ടാറില്ല. ഇത് കാട്ടുപോത്തിന്റെ വലിയൊരു ഹേർഡാണ്. റോഡിന്റെ 2 വശങ്ങളിലായിട്ട് ധാരാളം കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ 2 വലിയ മെയിൽ ഗോറും ഉണ്ട്. ഈ പോകുന്ന കാട്ടുപോത്തിന്റെ സൈസ് ഒന്ന് നോക്കിയേ, എന്താ അതിന്റെ വലിപ്പല്ലേ! അതിന്റെ ആ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ കണ്ടില്ലേ? ഈ ഹേർഡിലെ ഡോമിനന്റ് ആയിട്ടുള്ള മെയിൽ ഇതാണ്. ഇതിന്റെ ബാക്കിലായിട്ട് നിൽക്കുന്നതും നല്ല വലിപ്പമുള്ളൊരു മെയിൽ തന്നെയാണ്. പക്ഷെ ഈ ഒരു മെയില് ആ മെയിലിന്റെ അടുത്തേക്ക് പോകുന്നതും അത് അവിടെ നിന്ന് മാറിപ്പോകുന്നത് കാണാം. ഇവിടെയുള്ള 2 മെയിൽസും ഇടയ്ക്കിടയ്ക്ക് മേറ്റിംഗ് കോളിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടീന്റെ ചുറ്റും ഇപ്പൊ കാട്ടുപോത്തുകളാന്ന് പറയണം. കണ്ടിട്ട് ഇതൊരു ഒറ്റ ഹേർഡായിട്ടാണ് തോന്നുന്നത്. ഇവിടെയുള്ള കാട്ടുപോത്തുകൾക്ക് സഫാരി വണ്ടി കണ്ട് നല്ല പരിചയമായതുകൊണ്ട് അവർ നമ്മുടെ പ്രസൻസ് കാര്യമായിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് കൂടി ഒന്ന് ക്രോസ് ചെയ്യും. ഈ മെയിൽസ് തമ്മിൽ മുമ്പ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മെയിലിന്റെ കഴുത്തിൽ ഒരു മുറിവ് കണ്ടോ? ഞങ്ങളവിടെ അത്യാവശ്യം നേരം നിന്ന് കാട്ടുപോത്തുകളൊക്കെ ഷൂട്ട് ചെയ്തു. ഇനി നമുക്ക് മെല്ലെ മുന്നോട്ട് പോവാം. ഞങ്ങൾ രാവിലെ സഫാരിക്ക് ഇറങ്ങിയ സമയത്ത് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വെയിലും വന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു മരത്തിൽ സർപ്പൻറ്റീഗിൾ ഇരിക്കുന്നത് കണ്ടത്. ഇപ്രാവശ്യം നമുക്ക് കുറേ സർപ്പൻറ്റീഗിളിനെയും കാണാൻ പറ്റി. പൊതുവെ ഇവിടെ വരുമ്പോൾ നമുക്ക് വൾച്ചറിൻ്റെ ഒക്കെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും വൾച്ചറിന്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. നമ്മുടെ സഫാരിന്റെ ടൈം ഏകദേശം അവസാനിച്ചു. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് റോഡ് എത്താറായപ്പോഴാണ് ഈ ഒരു ആനയുടെ സൈറ്റിംഗ് കിട്ടുന്നത്. ആ ആനയാണെങ്കിൽ ആ ചെടികൾക്കിടയിൽ മുന്നോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ 2 സൈഡിലും നോക്കിയപ്പോഴും ഈ ഒരു ആനയെ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ ഒരു ആനയെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അപ്പുറവശത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കിയതും അവിടെ കുറേ ആനകളെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ ചെടികൾക്ക് ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കാദ്യം കാണാൻ പറ്റാത്തതായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ ചെടികൾക്ക് ഇടയിലായിട്ട് ആനകൾ പാസ് ചെയ്യുന്നത് കാണാം. ഞങ്ങളവിടെ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ആന മാത്രം ആ ചെടികൾക്കിടയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ചെറിയൊരു പോസൊക്കെ തന്നത്. ആ ആനയുടെ ഒപ്പം ചെറിയൊരു കുട്ടിയാനയും കൂടി ഉണ്ട്. കുറച്ചു നേരം മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയൊരു ഹേർഡാണ്. ഇവരുടെ ബാക്കിലായിട്ടും ഫ്രണ്ടിലായിട്ടൊക്കെ വേറെയും കുറേ ആനകൾ പോകുന്നുണ്ട്.
പക്ഷേ ഈ ചെടി കാരണം നമുക്കത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഈ ബന്ദിപ്പൂർ യാത്ര നല്ല കുറേ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. ആക്ച്വലി ഞങ്ങൾ നേരത്തെ കാണിച്ച ലെപ്പേർഡിൻ്റെ ഇൻസിഡൻറ്റ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഉണ്ടായത്. എന്തായാലും നല്ല കുറേ ഓർമ്മകളായി ഞങ്ങൾ ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.